Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing second chapter of CBSE 10th class students. അപ്പോൾ CBSEയുടെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറേ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം, നിത്യം അങ്ങ് പഠിച്ചു പോകണം. ഇത് നമ്മൾ പെൻഡിങ് വെച്ചാൽ പിന്നെ നമുക്ക് എന്താണ്, അത് ഭയങ്കര പാടാണ് കവറപ്പ് ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഡെയിലി ടീച്ചേഴ്സ് വളരെ കുറച്ചായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ഡെയിലി തന്നെ അങ്ങ് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പം ലാസ്റ്റ് ആകുമ്പോൾ നമുക്കതൊരു ബർഡൻ ആയിട്ട് തോന്നില്ല. സോ യു നീഡ് to learn daily wise, otherwise it will become as a burden. നിങ്ങൾ ഡെയിലി അങ്ങ് പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല, വളരെ കുറേശ്ശെയാണ് എന്ത് ചെയ്യുന്നത്, ഡെയിലി നമ്മൾ പഠിപ്പിക്കുന്നത്. ഡെയിലി പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത്. റിവിഷൻ നമ്മൾ ഡെയിലി കൊടുക്കുക തന്നെ വേണം. അല്ലാണ്ട് ഇന്നലെ പഠിച്ചാൽ എനിക്കത് ഉറപ്പുണ്ട് എന്ന് കരുതി കളയരുത്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. സോ ടുഡേ വി ആർ മൂവിങ് ടു അവർ ടോപ്പിക്. അവർ ടോപ്പിക് ഈസ് ഹൗ സ്ട്രോങ് ആർ ആസിഡ് ഓർ ബേസ് സൊല്യൂഷൻസ്. ഈ ആസിഡും ബേസും ഫൈനലൈസ് ചെയ്യാൻ, അങ്ങനെ മീൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടെത്താൻ നമ്മൾ പഠിച്ചു അല്ലെ. ആസിഡ് ആണോ ബേസ് ആണോ മീൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കളർ ചേഞ്ചിലൂടെ കണ്ടെത്താൻ നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ലിറ്റ്മസ്, ടർമറിക്, ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, പിന്നെ ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്, ഇതെല്ലാം എന്താണ്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ത്രൂ ദെയർ കളർ ചേഞ്ച് വി ക്യാൻ ഫൈനലൈസ് വിച്ച് വൺ ഈസ് ആസിഡ് ഓർ വിച്ച് വൺ ഈസ് ബേസ് അല്ലെ. ഇതിന്റെ എല്ലാം കളർ ചേഞ്ചിലൂടെ, അല്ലെങ്കിൽ ഒൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് അതിന്റെ ഓർഡർ ചേഞ്ചിലൂടെ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് കണ്ടെത്താം. ഇനി ഹൗ ദേ ആർ സ്ട്രോങ്, എത്രമാത്രം സ്ട്രോങ് ആണ് എത്രമാത്രം വീക്ക് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം. മീൻസ് എത്ര സ്ട്രോങ് ആസിഡ് ആണോ അതോ വീക്ക് ആസിഡ് ആണോ, സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല, ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് സാധിക്കത്തില്ല. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ, ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ there is one another thing for calculating the value, means concentration of these acids and bases. ഓക്കെ, അപ്പൊ അവിടെ മറ്റൊരു ഡിവൈസ് അതർവൈസ് ടൂൾ ഉണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, ഈ തന്നിരിക്കുന്ന ആസിഡ് അല്ലെങ്കിൽ ബേസ് എത്രമാത്രം സ്ട്രോങ് ആണ് എത്ര വീക്ക് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൂള് അല്ലെങ്കിൽ ആ ഡിവൈസിന്റെ പേരാണ് pH സ്കെയിൽ എന്ന് പറയും. ഓക്കെ, ആ ഡിവൈസിന്റെ പേരെന്താണ്, pH സ്കെയിൽ. അതിനകത്ത് P സ്റ്റാൻഡ്സ് ഫോർ പൊട്ടൻസ് എന്നാണ് കേട്ടോ. അതിനകത്ത് pH സ്കെയിൽ. അപ്പം P എന്താണ്, പൊട്ടൻസ് മീൻസ് എന്താണ്, എന്തുമാത്രം ഉണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം pH സ്കെയിൽ എന്ന് പറയുമ്പം അതിനകത്ത് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ട് 14 വരെയാണ്. ഓക്കെ, അപ്പം ഞാനത് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ്, അത്ര ഭംഗിയൊന്നും ഇല്ല. അപ്പം 0 തൊട്ട് 14 വരെയാണ് നമ്മുടെ ഈ pH സ്കെയിലിലെ വാല്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 0 തൊട്ട് 14 വരെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് 7 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ pH നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടുന്നത് 7 ആണെങ്കിൽ അത് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, pH എന്താണ്, കളറാണ് അതിനകത്തും കാണിക്കുന്നത്. ഈ കളർ ചേഞ്ചിലൂടെ തന്നെയാണ്, മീൻസ് അത് ഡിപ്പ് ചെയ്യുമ്പോൾ pHന്റെ ഇവിടെ വാല്യൂസ് ഉണ്ട്, 1 2 3 4 അങ്ങനെ തുടങ്ങി എത്ര വരെ വരും, 14 വരെ വരും. അപ്പം അവിടെ ഇതെന്താണ്, പല ഷെയ്ഡ് കളേഴ്സ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ആ വാല്യൂ 7 നേരെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് എന്താണ്, ന്യൂട്രൽ ആണ്. മീൻസ് അസിഡിക്കും അല്ല ബേസിക്കും അല്ലാത്ത ഒരു സൊല്യൂഷൻ ആണ് ആ തന്നിരിക്കുന്നത്. ഇനി ഈ pH സ്കെയിലില് 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ വരുന്നത് എന്തായിരിക്കണം, ആസിഡ്സ് ആയിരിക്കണം. ഓക്കെ, 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ വരുന്നത് ആസിഡും 7 കഴിഞ്ഞ് 14 വരെ വരുന്നത് ബേസുമാണ്. ഓക്കെ, അപ്പം ആസിഡിക് എന്ന് പറയുമ്പോൾ 0 തൊട്ട് 7 വരെ, 7 തൊട്ട് മുമ്പ് വരെ വരുന്നത് എന്താണ്, ആസിഡ്സ് ആണ്. 7 കഴിഞ്ഞ് 14 വരെ വരുന്നത് ബേസസ് ആണ്. അപ്പൊ 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ വരുന്നത് ആസിഡ് ആണെങ്കിൽ എന്തിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കണം അവിടെ കൂടുതൽ, ആസിഡ് ആണ് എങ്കിൽ കോൺസെൻട്രേഷൻ എത്ര, എന്തിൻ്റെത് കൂടുതലായിരിക്കണം, ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ വാല്യൂസ് കാണിക്കുന്നത്. അപ്പം 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ വാല്യൂസ് വരുന്നത് നമ്മൾ എന്തെന്നാ പറയുന്നത്, ആസിഡ്സ് എന്നാണ് പറയുന്നത്. 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരുന്ന ആസിഡ്സ്, 7 ആണെങ്കിൽ അത് ന്യൂട്രൽ, ദെൻ 7 കഴിഞ്ഞ് 14 വരെ വരുന്നത് ബേസസ് ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജന്റെ ബേസിലാണ് നമ്മളത് കണ്ടെത്തുന്നത്. അപ്പം ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതലായി നിൽക്കുന്നത്, ആസിഡ്സിലാണ്. ഹൈഡ്രോണിയം എന്ന് മീൻസ് നമ്മൾ എന്തിനെ പറയുന്നുണ്ടായിരുന്നു, ഹൈഡ്രജൻ അയോൺസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹൈഡ്രോണിയം അയോൺസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ, എന്തായിരുന്നു ഹൈഡ്രോണിയം മീൻസ്, H
പ്ലസ് പ്ലസ് H2O അല്ലെ, H++H2O ഗീവ്സ് ആണ് എന്ത് H3O+. ഈ H3O+ നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത് ഹൈഡ്രോണിയം അയോൺസ് എന്ന് പറയുന്നത്. അതായത് ആസിഡ് അതെന്താണ്, അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലൊന്നും എന്ത് കാണിക്കില്ല, അസിഡിക് നേച്ചർ കാണിക്കത്തില്ല. അത് സൊല്യൂഷൻ മീൻസ് അക്വ സൊല്യൂഷൻ അക്വസ് ആകുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അതിന്റെ അസിഡിക് നേച്ചർ കാണിക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അത് ഹൈഡ്രജൻ അയോൺസിനെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ അയോൺസ് H+, അതർവൈസ് നമുക്ക് എന്താന്ന് പറയാം H3O+ എന്ന് പറയാം. അപ്പൊ 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരെ H+ അല്ലെങ്കിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കണം എന്ത്, കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ 7 തൊട്ട് താഴെ, ഓക്കെ 7 നേരെ താഴെ എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടായിരിക്കണം, ഇങ്ങോട്ട് മീൻസ് ഈ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കൂടി വരും. അതായത് 0 ഒക്കെയാണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. അപ്പം അങ്ങോട്ട് മീൻസ് 7 അടുത്തോട്ട് പോകുമ്പോൾ മീൻസ് അത് എന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ബേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പം ഈ 7 പിന്നിലോട്ട് 6, 4, 5 അങ്ങനെ ഇങ്ങനെ 3, 2, 1 അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടി വരും. അതായത് അസിഡിക് നേച്ചർ എന്ത് ചെയ്തോണ്ടിരിക്കും, കൂടി വരും. ഇനി 0-ൽ നിന്ന് നമ്മൾ അങ്ങ് റൈറ്റിലോട്ട് പോവുകയാണെന്ന് കരുതുക, മീൻസ് 1, 2, 3, 4 അങ്ങനെ 7 വരെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അസിഡിക് ക്യാരക്ടർ കംപ്ലീറ്റ്ലി അതിന് എന്തായി, നഷ്ടമായി. 7 തൊട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് 8, 9 എന്ന് വരുമ്പോഴത്തേക്ക് OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും എന്ത് കൂടി വരുന്നത്. മീൻസ് ബേസിക് ക്യാരക്ടർ ആയിരിക്കും അത് കാണിക്കുന്നത്. അപ്പൊ ഒരു pH പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു pH സ്കെയിലിനകത്ത് 0 തൊട്ട് 7 തൊട്ട് മുമ്പ് വരുന്നത് നമുക്ക് എന്തെന്ന് പറയാം, ആസിഡ് എന്ന് പറയാം. അതായത് ഈ വാല്യൂ ഹൈഡ്രജൻ അയോൺസിന്റെ വാല്യൂ 7 തൊട്ട് മുമ്പ് തൊട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടി വരണം. അങ്ങനെയാണെങ്കിൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യണം, കൂടിയാണ് വരേണ്ടത്. ഇനി 7 തൊട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ തീരെ കുറയുകയും OH- അയോൺസ് മീൻസ് ഹൈഡ്രോക്സൈഡ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം, കൂടി വരികയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മളത് എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം വീക്ക് ആണ് എന്ന് കണ്ടെത്തുന്നത്. അപ്പം 0 ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും, 14 ആണെങ്കിൽ ബേസിക് ക്യാരക്ടർ കൂടുതലായിരിക്കും, 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. 7 തൊട്ട് മുമ്പ് വരെ വരുന്നത് അസിഡിക്, 7 കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത് ബേസിക് ആയിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് അയോൺസിന്റെ ബേസിലാണ് H+, അതർവൈസ് OH- അയോൺസിന്റെ കോൺസെൻട്രേഷന്റെ ബേസിലാണ് നമ്മൾ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഇനി കുറച്ച് സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ്സ് പഠിച്ചു വെക്കാം, നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ സ്ട്രോങ് ആസിഡ്സ് ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. പിന്നെ നമ്മൾ വീക്ക് ആസിഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ദെൻ കാർബോണിക് ആസിഡ്, ഒന്നും കൂടി ഉണ്ട് ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ഇതെല്ലാം എന്തിനകത്ത് വരും, മീൻസ് വീക്ക് ആസിഡ്സിനകത്ത് വരുന്നതാണ്. അപ്പൊ സ്ട്രോങ്, ഹൈഡ്രോക്ലോറിക് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് മീൻസ് അതിന്റെ കോൺസെൻട്രേഷൻ മീൻസ് H+ന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ H+ന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും ഏതൊക്കെ ആസിഡിനകത്ത്, അസിറ്റിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഇതിനകത്തെല്ലാം H+ന്റെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് തന്നെ അത് എന്ത് ആസിഡ്സ് ആയിരിക്കും, വീക്ക് ആസിഡ്സ് ആണ്. അസിഡിക് തന്നെയാണ് ക്യാരക്ടർ, പക്ഷേ ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്, കുറവാണ്. എന്നാൽ സൾഫ്യൂരിക്കിലും നൈട്രിക്കിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന വെച്ചാൽ ഹൈഡ്രജന്റെ എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് വീക്ക്, സ്ട്രോങ് എന്ന് നമ്മളിങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ സ്ട്രോങ് ആസിഡ് ബേസസ് പഠിച്ചപ്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ സ്ട്രോങ് ബേസസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക് ബേസസ് ആയിട്ട് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. ഓക്കെ, വീക്ക് ബേസസ് എന്ന് പറയുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും വീക്ക് ബേസസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു ആസിഡ് അല്ലെങ്കിൽ ഒരു ബേസ് എത്രത്തോളം സ്ട്രോങ് ആണ് വീക്ക് ആണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അതിന്റെ പേരാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 0 തൊട്ട് 14 വരെയാണ്. അതിനകത്ത് 0 ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടുതലും 14 ആണെങ്കിൽ ബേസിക് ക്യാരക്ടർ കൂടുതലും ആയിരിക്കും. കറക്റ്റ് 7-ലാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നതെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും, നെയ്തർ അസിഡിക് നോർ ബേസിക് ആയിരിക്കും. ഇനി ഈ 0-ൽ നിന്ന് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, മീൻസ് അസിഡിക് ക്യാരക്ടർ കൂടുന്നു. 7-ൽ നിന്ന് കൂടി വരുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും
ഹൈഡ്രോക്സൈഡ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യുന്നത് കാരണം ബേസിക് ക്യാരക്ടർ കൂടി വരുന്നത്. അപ്പം pH സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് തന്നിരിക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് വീക്ക് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക് pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്